വായന്നൂർ കൂവയിൽ ഉന്നതിയിൽ താമസിക്കുന്ന 5 കുടുംബങ്ങൾക്ക് മഴ കഴിയുന്നതുവരെ താമസിക്കാൻ പുതിയ ഇടം കണ്ടെത്തണമെന്നും മഴ കഴിഞ്ഞ് വിദഗ്ധ പരിശോധന നടത്തി മാത്രമേ നിലവിലുള്ള സ്ഥലത്ത് താമസ സൗകര്യം നൽകാവൂ എന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെട്ടു. കൂവയിൽ ഉന്നതിയിലെ 5 വീടുകളിൽ നിന്നായി 25ഓളം പേരാണ് ഇന്ന് ഭീതിയോടെ കഴിയുന്നത്. കുടുംബാംഗങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റാൻ കോളയാട് ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന ട്രഷറർ കെ വിനോദ് കുമാർ, ജില്ലാ പരിസര വിഷയ സമിതി ചെയർമാൻ ഡോക്ടർ കെ ഗീതാനന്ദൻ എന്നിവർ പറഞ്ഞു. അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണുള്ളത്. അതുമാത്രമല്ല, നമ്മൾ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ വെള്ളം കൊണ്ടുപോകാൻ എടുത്ത കുഴിയിൽ അല്ലെങ്കിൽ ആ ചാലിൽ വെള്ളം ഇറങ്ങുകയും അങ്ങനെ സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസം രൂപപ്പെടുകയും ചെയ്ത് അങ്ങനെ മണ്ണ് താഴേക്ക് ഇടിഞ്ഞു പോയതായിട്ടാണ് കാണുന്നത്. ഇത് അപകടകരമായിട്ടുള്ള അവസ്ഥയാണ്. എന്തായിരുന്നാലും കുറച്ചു കാലത്തേക്കെങ്കിലും ഇവരെ ഈ വീടുകളിൽ ആളുകളെ താമസിപ്പിക്കരുത് എന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. അതിനുവേണ്ട നടപടികൾ പഞ്ചായത്ത് എടുക്കുന്നുണ്ട്. എങ്കിലും ശ്രദ്ധ വേണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വായന്നൂരിലെ കൂവയിൽ എന്ന സ്ഥലത്തുള്ള ഉന്നതിയിലെ 5 കുടുംബങ്ങൾക്കാണ് മാറ്റി താമസിപ്പിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ കുന്നിന് മുകളിലാണ് അവരുടെ വീട്. വെള്ളം അവരുടെ വീട്ടിലെ ഒരു പൈപ്പിടാൻ വേണ്ടി കെട്ടിയ ചാലിലൂടെ താഴോട്ടൊഴുകി ഒരു ഭാഗം ഇടിഞ്ഞ് തൂങ്ങി നിൽക്കുകയാണ്. അപ്പോൾ താഴെയുള്ള ഒരു വീട് തീർച്ചയായും സുരക്ഷിതമല്ല ഇപ്പോൾ താമസിക്കുമ്പോൾ. മേലെയുള്ള വീടും മഴ കഴിയുന്നതുവരെ അവരെ താമസിപ്പിക്കണം പുറത്ത് എവിടെയെങ്കിലും. അതുപോലെ തന്നെ അവരുടെ ആടും അതുപോലെ തന്നെ അവരുടെ ഉപജീവന മാർഗ്ഗങ്ങളിൽ എവിടെയുള്ളത്, അതുകൊണ്ട് തന്നെ വലിയ പ്രയാസം അവർക്കുണ്ട്. ഏതായാലും മഴ കഴിയുന്നതുവരെ അവരെ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് നേതൃത്വം കൊടുക്കും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ അവർ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ നല്ല മഴ ഉള്ള ഈ സമയത്ത് അവരെ ഇവിടെ താമസിപ്പിക്കാതെ മാറ്റി നിർത്തുന്നതായിരിക്കും ഉചിതം. മഴ കഴിഞ്ഞതിന് ശേഷം 1-2 വീടുകൾ സേഫായി താമസിപ്പിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അവരെ കൂട്ടമായി താമസിച്ചിട്ടുള്ള ആളുകളാണ് എന്നുള്ള നിലയിൽ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും അവരെ താമസിപ്പിക്കാനുള്ള ഒരിടം ഉറപ്പുവരുത്തുകയും വീടും ആടും അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ട്, അവരെ അത് പ്രയോജനപ്പെടുത്താനുള്ള അവസരം അവർ കൊടുക്കുകയും ചെയ്യായിരിക്കും നല്ലത്. അടുത്ത എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഈ 5 വീട്ടുകാരെ താമസിപ്പിക്കുകയും പിന്നീട് അവരുടെ വീട്ടിലെ അനുഭവങ്ങളും അതുപോലെ തന്നെ ആട് വളർത്താനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതായിരിക്കും ഉചിതമെന്നാണ് തോന്നുന്നത്. മറ്റൊരു സ്ഥലത്തേക്ക് പോകുക അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായിരിക്കും. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ.